പൗരന്മാരെ നിരീക്ഷണ വലയത്തിലാക്കുന്നതിനെതിരെ പ്രതിഷേധമുയരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പൗരന്റെയും കമ്പ്യൂട്ടറിലെയും മൊബൈൽ ഫോണിലെയും വിവരങ്ങൾ നിരീക്ഷിക്കാനും പിടിച്ചെടുക്കാനും 10 സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പൗരസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും മൗലികാവകാശത്തിനുമെതിരായ കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ ബിജെപി സർക്കാർ വന്ന ശേഷം ജനാധിപത്യ അവകാശങ്ങൾക്കും പൗരസ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമെതിരെ സ്വീകരിച്ച നടപടികളുടെ തുടർച്ചയായി മാത്രമേ ഈ ഉത്തരവിനെ കാണാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വകാര്യത മൗലികാവകാശമാണെന്ന സുപ്രീം കോടതി വിധി വന്നത് അടുത്ത കാലത്താണ്. ഈ വിധി പോലും കാറ്റിൽ പറത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2000 ഒക്ടോബറിൽ നിലവിൽ വന്ന IT ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് എന്ന കേന്ദ്ര സർക്കാർ വാദം യുക്തിരഹിതവും ജനങ്ങളെ കബളിപ്പിക്കുന്നതുമാണ്. കുറ്റകരമായ സന്ദേശങ്ങൾ കൈമാറുന്നതിന് തടവും പിഴയും നൽകുന്ന IT ആക്ടിലെ 66A വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയത് ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചുകൊണ്ടായിരുന്നു. RSSനോടും BJPയോടും വിയോജിക്കുന്നവരുടെ പൗരാവകാശങ്ങൾ ഹനിക്കാനും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാനും ഉദ്ദേശിച്ചുകൊണ്ടുവന്ന ഈ ഉത്തരവ് പിൻവലിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മിനിമം ബാലൻസ് നിലനിർത്താത്തതിനും സൗജന്യ പരിധി കഴിഞ്ഞുള്ള ATM ഉപയോഗത്തിന്റെയും പേരിൽ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ ഉപയോക്താക്കളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത് 10,000 കോടിയിലേറെ രൂപ. ഈ സാമ്പത്തിക വർഷം 6 മാസത്തിനിടെ മാത്രം ലഭിച്ചത് 1,800 കോടി രൂപയാണ്. മിനിമം ബാലൻസ് ഇല്ല, സൗജന്യ പരിധി കഴിഞ്ഞുള്ള ATM ഉപയോഗം എന്നീ കാരണങ്ങളുടെ പേരിൽ സാധാരണക്കാരിൽ നിന്ന് പൊതുമേഖലാ ബാങ്കുകൾ കോടികളുടെ ലാഭമാണ് കൊയ്യുന്നത്. കഴിഞ്ഞ 3.5 വർഷത്തിനിടെ 10,391 കോടി രൂപയാണ് ഈ രീതിയിൽ 21 പൊതുമേഖലാ ബാങ്കുകൾക്ക് ലഭിച്ചത്. ബാങ്കുകൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് 2017-18 വർഷത്തിലാണ്. മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ 3,489.52 കോടി രൂപയും ATM ഇടപാടിന്റെ പേരിൽ 1,413 കോടിയും 2017-18 പിടിച്ചെടുത്തു. മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള 6 മാസത്തിനകം 1000 കോടിയോളം രൂപയാണ് ലഭിച്ചത്. സൗജന്യമായി ഉപയോഗിക്കാൻ അനുവദനീയമായതിൽ കൂടുതൽ തവണ ATM ഉപയോഗിച്ചതിന് ഈ വർഷം പിടിച്ചതാകട്ടെ 850 കോടി രൂപയും. പൊതുമേഖലാ ബാങ്കുകൾ സാധാരണക്കാരെ പിഴിയുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് ഈ ജനദ്രോഹത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരം നടപടികളിൽ തെറ്റില്ലെന്നാണ് ബാങ്കുകളുടെ നിലപാട്. വിസ സേവനങ്ങൾക്ക് യുക്തിസഹമായ നിരക്ക് ഈടാക്കാൻ റിസർവ് ബാങ്ക് മാർഗരേഖ തന്നെ അനുമതി നൽകുന്നുണ്ടെന്നാണ് ബാങ്കുകളുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ക്രിസ്റ്റ്യൻ മിഷേൽ അറസ്റ്റിൽ. മിഷേലിനെ അറസ്റ്റ് ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. മിഷേലിനെതിരെ മതിയായ തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, പറയും. സുരാജ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റ്യൻ മിഷേൽ നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് വിട്ടു നൽകുന്നു. 7 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് എൻഫോഴ്സ്മെന്റിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന് മുന്നേ തന്നെ നിലവിൽ ക്രിസ്റ്റ്യൻ മിഷേലിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തന്നെ ഇന്നലോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കോടതിയെ സമീപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇന്ന് പരിഗണിച്ചപ്പോൾ തന്നെ 15 മിനിറ്റ് കോടതിക്കുള്ളിൽ റൂമിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റ്യൻ മിഷേലിനെ ചോദ്യം ചെയ്യാൻ അനുവാദം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതിനു ശേഷം 15 മിനിറ്റ് ശേഷം അദ്ദേഹത്തിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ബാക്കിയുള്ള അദ്ദേഹം നൽകിയ ഹർജി, അതായത് ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചു. ആ കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ കോടതി അദ്ദേഹത്തെ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെയാണ് കസ്റ്റഡി വിട്ട് നൽകിയിരിക്കുന്നത്. നിലവിൽ ക്രിസ്റ്റ്യൻ മിഷേലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നൽകിയ അപേക്ഷയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 15 മിനിറ്റോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. കോടതി അകത്തുള്ള റൂമിൽ തന്നെ ചോദ്യം ചെയ്തു. അതിൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടുതരണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ വാദം. എന്നാൽ 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കോടതി വിട്ടു നൽകിയിരിക്കുന്നത്. CBIയുടെ പക്കലില്ലാത്ത കൂടുതൽ സാക്ഷിമൊഴികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കയ്യിലുണ്ടെന്നും അതുപോലെ തന്നെ പണമിടപാട് സംബന്ധിച്ചുള്ള CBIയുടെ കണ്ടെത്തലും എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തലും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI കോടതി വാദിച്ചിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ച കോടതിയാണ് അദ്ദേഹത്തിന് 7 ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്നലെയായിരുന്നു അദ്ദേഹം തിഹാർ ജയിലിൽ പ്രത്യേക സെല്ല് അനുവദിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ഹർജി കോടതി നൽകിയത്. ആ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. 15 ദിവസത്തേക്ക് മിഷേലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന എൻഫോഴ്സ്മെന്റ് ആവശ്യത്തിനാണ് കോടതി ഇപ്പോൾ 7 ദിവസം അനുവാദം നൽകിയിരിക്കുന്നത്. ശരി, ഹരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ കേരളത്തിന് 1ാം സ്ഥാനം. UN-ന്റെയും ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സഹായത്തോടെ നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യസൂചിക അടിസ്ഥാന റിപ്പോർട്ടിലാണ് കേരളത്തിന്
ഒന്നാം സ്ഥാനം. നല്ല ആരോഗ്യം, കുറഞ്ഞ പട്ടിണി നിരക്ക്, ലിംഗസമത്വം, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ് കേരളത്തിന് ഉയർന്ന റാങ്ക് ലഭിച്ചത്. അതേസമയം BJP നേതൃത്വം നൽകുന്ന സർക്കാരുകളുള്ള 3 സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ഏറ്റവും പിന്നാക്കം. നീതി ആയോഗ് വെള്ളിയാഴ്ച പ്രകാശനം ചെയ്ത സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിലാണ് കേരളം ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. മെച്ചപ്പെട്ട ആരോഗ്യം, കുറഞ്ഞ പട്ടിണി നിരക്ക്, ലിംഗസമത്വം, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ടു നിൽക്കുന്നതായി റിപ്പോർട്ട് വിലയിരുത്തുന്നു. മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന പട്ടികയിലാണ് കേരളത്തിന്റെ സ്ഥാനം. 69 പോയിന്റുള്ള കേരളത്തിനൊപ്പമുള്ള മറ്റൊരു സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. 17 ലക്ഷ്യങ്ങളിലെ മൊത്തം പ്രകടനം കണക്കാക്കിയാണ് സ്കോർ നിർണയിച്ചത്. സൂചിക പ്രകാരം ഏറ്റവും മോശം നിലവാരത്തിലുള്ളത് ഉത്തർപ്രദേശാണ്. ബീഹാർ, അസം എന്നിവയും മോശം നിലവാരമുള്ള സംസ്ഥാനങ്ങളിൽപ്പെടുന്നു. BJP നേതൃത്വം നൽകുന്ന സർക്കാരുകളാണ് ഇവിടെ അധികാരത്തിലെന്നതും ശ്രദ്ധേയമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചണ്ഡീഗഡാണ് ഒന്നാമത്. UN-ന്റെയും ഗ്ലോബൽ ഗ്രീൻ ഗ്രോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സഹായത്തോടെയാണ് നീതി ആയോഗ് സുസ്ഥിര വികസന ലക്ഷ്യസൂചിക അടിസ്ഥാന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ദില്ലിയിൽ നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ, CEO അമിതാഭ് കാന്ത്, UN റെസിഡന്റ് കോർഡിനേറ്റർ യൂറി അഫ്നാസ് തുടങ്ങിയവർ ചേർന്നാണ് ഇന്നലെ റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർ സുഖദർശനം കഴിഞ്ഞ് മടങ്ങുന്നു. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തിയത് 1,11,260 പേരാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നലെയായിരുന്നു. ഇന്നും സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതേസമയം നിലവിലെ നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ നീട്ടണമെന്നതാണ് പോലീസിന്റെ ആവശ്യം. കാനനവാസനായ അയ്യപ്പന്റെ കൂട്ടുകാരാണ് കാട്ടുമൃഗങ്ങൾ. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിനൊപ്പം കാട്ടുമൃഗങ്ങൾ കണ്ണിന് കുളിർമയേകുന്ന സ്ഥിരം കാഴ്ച കൂടിയാണ്. കാനനപാതയിലെ കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം പകർത്തുവാനുള്ള കാത്തിരിപ്പാണിത്. ഉറക്കമൊഴിച്ച ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പ്. എന്നാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് കാത്തിരുന്നതൊന്നും വെറുതെ ആയില്ല. നാല് ദിവസം ഉറക്കം കളഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ കാട്ടാനക്കൂട്ടം നമുക്ക് മുന്നിലെത്തിയത്. എന്നാൽ ക്യാമറ കണ്ടത് അവർക്ക് അത്രയങ്ങ് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ 2 പേർ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യാനും തയ്യാറായത്. മണ്ഡലകാലം ആരംഭിച്ചാൽ അയ്യപ്പ സന്നിധിയിലെ സ്ഥിരം കാഴ്ചയാണ് കാട്ടാനകൾ. കൂട്ടമായും ഒറ്റയ്ക്കും എത്താറുള്ള ഇവർ ആർക്കും ഒരു ശല്യവുമില്ലാതെ വന്നു മടങ്ങും. ഞങ്ങൾക്കൊന്നും ശല്യമല്ല സാർ. പിന്നെ പേടിച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസവും പറയാൻ പറ്റില്ല സാർ. 3 ദിവസം കഴിഞ്ഞിട്ട് വരും, പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ആനകൾക്കൊപ്പം ഒരു സംഘം പന്നികളും ഉണ്ടായിരുന്നു. പക്ഷേ പന്നിക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഇവർക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അയ്യപ്പ സന്നിധി ആയതുകൊണ്ട് തന്നെ ആനക്കൂട്ടത്തിന്റെ നേർക്കുനിന്നുള്ള പോരാട്ടമായിരുന്നു ഞങ്ങളുടെ ക്യാമറമാൻ അഖിലേഷിന്റേത്. ചങ്കിടിപ്പോടെ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുമ്പോൾ ചങ്കുറപ്പോടെ ആനക്കൂട്ടം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അയ്യപ്പ സന്നിധിയിലെത്തിയ കാട്ടുപന്നികൾക്കും കാട്ടാനക്കൂട്ടത്തിനും ആ ചിത്രങ്ങളൊക്കെ പകർത്തിയ ക്യാമറമാൻ അഖിലേഷിനുമൊപ്പം റിനു ശ്രീധർ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ BJP കപട വിശ്വാസം കാണിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി പ്രവർത്തിക്കുന്നുവെന്ന് K മുരളീധരൻ. കേന്ദ്ര സർക്കാരിന് നിയമം കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കാമെന്നും അത് ചെയ്യാതെ BJP രാഷ്ട്രീയം കളിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന പാർട്ടി BJP-യാണ്. കേന്ദ്രത്തിനെ കൊണ്ടൊരു നിയമം കൊണ്ടുവന്നാൽ മതി, പ്രശ്നം ഇപ്പോൾ അവിടെ അവസാനിപ്പിക്കാം. അത് ചെയ്യാതെ ഈ സമരം നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അനിശ്ചിതകാല നിരാഹാരം, അതുകൊണ്ടൊക്കെ എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? നരേന്ദ്രമോദിയോട് ഇവിടെ വരുന്നതിന് മുമ്പ് BJP നേതാക്കന്മാർ ഡൽഹിയിൽ പോയിട്ട് പറയുക, വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്ന ഒരു ഓർഡിനൻസ് ആദ്യം ഇറക്കട്ടെ. നടൻ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും കമൽഹാസൻ വ്യക്തമാക്കി. സമാന മനസ്സുള്ള പാർട്ടികളുമായി തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കുമെന്നും കമൽഹാസൻ പറഞ്ഞു. ന്യൂ ട്രെൻഡഡ് ഇന്റർനാഷണൽ ബ്യൂട്ടി സ്കൂളിന്റെ നേതൃത്വത്തിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് 200 കുട്ടികൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകും. ഈ സൗജന്യ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കുമെന്നും ന്യൂ ട്രെൻഡ്സ് ഇന്റർനാഷണൽ ബ്യൂട്ടി സ്കൂൾ MD A ശാലിനി പറഞ്ഞു. കോസ്മെറ്റോളജി, ഹെയർ ടെക്നോളജി, ബ്യൂട്ടി കൾച്ചർ, സ്പാ തെറാപ്പി, മേക്കപ്പ് തുടങ്ങിയ കോഴ്സുകളും ഇവിടെയുണ്ട്. ഇന്റർനാഷണൽ ലെവൽ ബ്യൂട്ടി കോച്ചിംഗിൽ 5 വർഷത്തെ സേവന പാരമ്പര്യം ന്യൂ ട്രെൻഡ്സിനുണ്ട്. കേരളത്തിലെ മാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ച ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവം മെഗാ സമ്മാനം സിനിമാ താരം നിവിൻ പോളി കൊല്ലം സ്വദേശി ചന്ദ്രബാബുവിന് സമ്മാനിച്ചു. കല്യാൺ ജുവലേഴ്സ് സ്പോൺസർ ചെയ്ത 1 കോടി രൂപയുടെ ഫ്ളാറ്റാണ് അപകടത്തെ തുടർന്ന് ശരീരം പാതി തളർന്ന കൊല്ലം വടമൺ സ്വദേശി ചന്ദ്രബാബുവിന് ലഭിച്ചത്. കേരളത്തിലെ പത്ര, ടെലിവിഷൻ, ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയും വ്യാപാരി സമൂഹവും ചേർന്ന് സംഘടിപ്പിച്ച
GKSUവിന്റെ പ്രഥമ പതിപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ചെറിയ കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ മേളയിൽ പങ്കാളികളായി. ആകെ 4 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് GKSU നൽകിയത്. 25 വർഷം മുൻപ് ആൻഡമാൻ നിക്കോബാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ചന്ദ്രബാബുവിന് അപകടം സംഭവിച്ചത്. പ്രകൃതി സംരക്ഷണത്തിനും വന്യജീവി പരിപാലനത്തിനുമായി പെരിയാർ ടൈഗർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ താടിക്കണ്ണൻ അവാർഡിന് ഇടമലയാർ റേഞ്ചിലെ താൽക്കാലിക വാച്ചർ IA പൗലോസ് അർഹനായി. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് വനമന്ത്രി K. രാജു പൗലോസിന് സമ്മാനിച്ചു. 40 വർഷമായി വാച്ചറായി ജോലി നോക്കുന്ന പൗലോസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തേക്കായ കുപ്പായം തേക്കിന്റെ കാവൽക്കാരനാണ്.